ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ UK ആൻഡ് GCC തമ്മിലുള്ള കമ്പാരിസൺ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോ ഡൗട്ട് ഐ സ്റ്റിൽ ലവ് സൗദി. ചൈൽഡ്ഹുഡ് മൊത്തം ഞാൻ സൗദിയിലായിരുന്നു. 15 years. സൗദി ഈസ് ലൈക്ക് ഹോം ഫോർ മീ. ഇപ്പോഴാണെങ്കിലും ഐ വുഡ് ലവ് ടു ഗോ ടു സൗദി. ഇങ്ങോട്ട് വരണോ, ലൈക്ക് ഒരു അബ്രോഡ് വേറൊരു കൺട്രിയിൽ വരണോ, അതോ സൗദി അല്ലെങ്കിൽ GCCയിൽ വേറെ ഏതെങ്കിലും കൺട്രീസിൽ പോകണോ എന്നൊക്കെയുള്ള എല്ലാ തോട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫൈനലി ഐ തോട്ട് ദാറ്റ് UK ഈസ് ദ ബെസ്റ്റ് ഡിസിഷൻ. ഇപ്പം ആൽബർട്ട് പാർക്കിലേക്ക് നടക്കുക. ഇവിടെയൊക്കെ നമുക്ക് പെർ അവർ ബേസിസിലാണ് സാലറി കിട്ടുന്നത്. എവിടെയാണെങ്കിലും മിനിമം 10 pounds എങ്കിലും കിട്ടും. ആ ഒരു കാര്യം ഇവിടെ ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ GCCയിൽ നല്ലൊരു ജോബ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ലക്ഷറിയസ് ലൈഫ് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നോർമലായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലോണം ജീവിക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെതർ. വിൻ്ററിൽ നല്ല തണുപ്പാണ്, മൈനസിലൊക്കെ പോവും. പക്ഷേ എന്നാൽ പോലും ജാക്കറ്റും തേർമൽസും ഒക്കെ ഇട്ടിട്ട് വെതറിനെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. GCCയിൽ ഭയങ്കര ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും. കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അത് ഭയങ്കരമായിട്ട് താങ്ങാൻ പറ്റാത്ത ഹീറ്റായിരിക്കും. നമുക്ക് ഇവിടെ കൂടുതലും വിൻ്ററാണ്. ഈ ഒരു സമയത്തൊക്കെ ആക്ച്വലി ചൂട് വരാനുള്ളതാണ്. ലാസ്റ്റ് ഇയർ ഒക്കെ ഈ ഒരു സമയത്ത് ഹീറ്റ് വേവ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം ഹീറ്റ് വേവ് ഒന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ച് നേരം മുമ്പ്, ഒരു 5 minutes മുമ്പ് മഴയായിരുന്നു. ഈ വർഷം ഈ ഒരു സമയത്തൊക്കെ മഴയാണ് കൂടുതൽ. അല്ലാണ്ട് ചൂടൊന്നും അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയില്ല. 1-2 ദിവസം കുറച്ച് ചൂടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ വെതർ വീണ്ടും മാറി, പിന്നെ മഴയൊക്കെ തുടങ്ങി. ഇപ്പം നമ്മൾ GCCയിൽ എത്ര വർഷം വർക്ക് ചെയ്താലും, എൻ്റെ ഫാദർ അവിടെ 30 years ഉണ്ടായിരുന്നു. അത് അവിടെ എത്ര വർഷം ജീവിച്ചാൽ പോലും നമുക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ഇത്രയും വർഷം അവിടെ ജീവിച്ചിട്ടും നമുക്ക് അവിടുത്തെ ഒരു സിറ്റിസൺഷിപ്പോ അങ്ങനെ ഒന്നും കിട്ടാണ്ടാവുമ്പം അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇവിടെയൊക്കെ ആവുമ്പം ഒരു പീരീഡ് ഓഫ് ടൈം താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വി ക്യാൻ അപ്ലൈ ഫോർ സിറ്റിസൺഷിപ്പ് ഓൾസോ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് GCCയിലൊന്നും ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് എല്ലാവരും റെൻറ്റിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പീരീഡ് ഓഫ് 6 months താമസിച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നമുക്കിവിടെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഒരു ഫാമിലി ആണെങ്കിൽ അവരുടെ ഒരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ആവുന്നുണ്ട് ഫോർ ദ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ. പക്ഷേ ഇവിടെ ആവുമ്പം എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. 12th standard വരെ പിള്ളേർക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആയിരിക്കും. കോളേജിലെത്തുമ്പം ഫീസുണ്ട്, പക്ഷേ ടിൽ 12th standard ഫീസ് ഇല്ല. അപ്പം ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. ഓഫ് കോഴ്സ് ഒരു 1 year to 4 years വരെ നമ്മൾ നഴ്സറിയിൽ വിടുവാണെങ്കിൽ ഒരു എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇഫ് യു ആർ സെൻഡിങ് യുവർ കിഡ്സ് ഫോർ 3 hours, അവരുടെ ഏജ് 1 to 4 ഇടയ്ക്കാണെങ്കിൽ 3 hours ഫ്രീ ആയിട്ടായിരിക്കും. ബട്ട് 3 hours കൂടുതൽ ഇരുത്തുന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പം നമുക്ക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 6 hours 7 hours ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം മോസ്റ്റ്ലി ആൾക്കാർ ചെയ്യുന്നത് 3 hours ഫ്രീയും ബാക്കി പെൻഡിങ് അവേഴ്സിന് പെർ അവർ 10 pounds വെച്ചിട്ട് നമുക്ക് പേ ചെയ്യേണ്ടി വരും. അത് 4 years വരെ ഉള്ളൂ. 4 years കഴിഞ്ഞാൽ നമ്മൾ നോർമലി സ്കൂളിൽ വിടുന്ന പോലെ പൈസയൊന്നും ആവുന്നില്ല. ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ ഇഷ്ടമുള്ള സ്ലോട്ടിൽ പിള്ളേരെ സ്കൂളിൽ വിടാം. ഇപ്പം നമ്മുടെ ഷിഫ്റ്റ് മോർണിംഗ് ആണെങ്കിൽ 10 to 3 അങ്ങനത്തെ ഒരു സ്ലോട്ട് കാണും. അതിൽ നമുക്ക് പിള്ളേരെ സ്കൂളിൽ വിടാം. ഓർ നമ്മുടെ ഷിഫ്റ്റ് സപ്പോസ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കൺവീനിയൻസ് വെച്ചിട്ട് ആ 10 to 3 എടുക്കാണ്ട് ആ ദിവസം തന്നെ വേറൊരു ഷിഫ്റ്റ് കാണും. മേ ബി ലൈക്ക് 4 to 7 or something. അങ്ങനത്തെ സ്ലോട്ടിലൊക്കെ പിള്ളേരെ ഇടാൻ പറ്റും. സോ യു ക്യാൻ ഡ്രോപ്പ് യുവർ കിഡ്സ് ടു സ്കൂൾ ആൻഡ് ഗോ ഫോർ വർക്ക്. ആൻഡ് തിരിച്ചു വരുമ്പം പിള്ളേരെ പിക്ക് ചെയ്തിട്ട് തിരിച്ചു വരാനും പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ട്. ഓഫ് കോഴ്സ് ഇവിടെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോയിൻമെൻറ്റ്സ് കിട്ടാത്തതും, സിംറ്റംസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ട് കാണിക്കാനൊന്നും പറ്റത്തില്ല. അത് ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ബട്ട് ബാക്കി ഈ ഒരു ലോങ് ടേമിന് വേണ്ടിയിട്ട് നോക്കുവാണെങ്കിൽ, പിന്നെ പിള്ളേരുടെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പം ഡെഫിനറ്റ്ലി ഐ ഫീൽ UK ഈസ് മച്ച് ബെറ്റർ ഓർ എനി അതർ കൺട്രി ഫോർ ദാറ്റ് മാറ്റർ. പേഴ്സണൽ സ്പേസ് ഉണ്ട്.
നോബഡി ഈസ് റിയലി ഇൻ്റർഫിയറിങ് ഇൻ വാട്ട് യു ആർ ഡൂയിങ്. ഓർ ഇപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പം കൂടുതൽ ആൾക്കാർ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ ഇൻ്റർഫിയർ ഒക്കെ ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല. യു ക്യാൻ ലിവ് ഹവർ യു വാണ്ട്, വി ക്യാൻ വെയർ വാട്ട് എവർ യു വാണ്ട്. അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇവിടെ ഇല്ല. വിമൻ സേഫ്റ്റി ആണെങ്കിലും ഇവിടെ സേഫ് ആണ്. നമുക്ക് എത്ര നൈറ്റിലാണെങ്കിലും നടന്നു പോകാനും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി ഇവിടെ വന്നതും ഇറ്റ്സ് എ ബിഗ് അഡ്വാൻറ്റേജ്. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. So that is all in this video. I hope you found this video informative. If you did, then please do subscribe to the channel. Also please do like, share and comment. And until I see you next time in another video, bye bye, see you, take care.